ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്ററിലെ സെക്കൻഡ് ചാപ്റ്ററിലെ 2022 SLC എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതെന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ 10ാം ക്ലാസ് SLC എക്സാമിനേഷൻ എന്ന കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. ഈ കെമിസ്ട്രിയുടെ കൺസെപ്റ്റ് CBSEക്കും അതുപോലെ തന്നെ ICSEക്കും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, how many gmm is present in 90 gram of water? അപ്പോൾ 90 ഗ്രാം വാട്ടർ എന്ന് വെച്ചാൽ നമുക്കറിയാം H2O ആണ്. 90 ഗ്രാം വാട്ടറിൽ എത്ര GMM എന്ന് പറയുന്നത് ഗ്രാം മോളിക്കുലർ മാസ്. അപ്പോൾ നമുക്കത് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 90 ഗ്രാം H2O എന്ന് പറഞ്ഞാൽ മാസ് ഇൻ ഗ്രാം ബൈ മോളിക്കുലർ മാസ്. മാസ് ഇൻ ഗ്രാം എത്രയാണ്? 90 ഗ്രാം. ഈ H2O ഒരു കോമ്പൗണ്ട് ആണ്. H2O എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലർ മാസ് ഹൈഡ്രജന്റെ ആറ്റമിക് നമ്പർ 1 ആണ്, ആറ്റമിക് മാസ് 1 ആണ്. അപ്പോൾ 2 × 1 2 പ്ലസ് ഓക്സിജന്റെ മാസ് 16 ആണ്. അപ്പോൾ 18 ആണ് വരുന്നത്. അപ്പോൾ 18 ഗ്രാം വാട്ടർ ആണ് 1 gmm. അപ്പോൾ 90 ഗ്രാം വാട്ടർ എന്ന് പറയുന്നത് 90/18, 90/18, ദാറ്റ് ഈസ് 5 gmm. ഇതാണ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ഇറ്റ്. അപ്പോൾ ഇതിനൊരു മാർക്കാണ്. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ഇറ്റ്. എത്ര മോളിക്യൂൾസ് ഉണ്ട്? നമുക്കറിയാം ഒരു GMM-ല് 6.022 × 1023 മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 5 GMM-ല് 5 × 6.022 × 1023 മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് അതിന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇതിനും ഒരു മാർക്ക് തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് 2 മാർക്കാണ് സ്കോർ ചെയ്യാൻ. ഇനി അടുത്തത്, the data given in the table shows the relation between the volume and temperature of a definite mass of gas. അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് P is constant, that is pressure is constant. അപ്പോൾ V/T ഒരു കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ വോളിയം 600 ml, ടെമ്പറേച്ചർ 300 Kelvin. അപ്പോൾ V/T എന്ന് പറഞ്ഞാൽ 600/300. അത് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിട്ട് വരും? 2 ആണ് ഇവിടെ ആൻസർ, കാരണം V/T കോൺസ്റ്റന്റ് ആണ്. ഇനി ഇവിടെ ഓൾറെഡി V/T തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഈ ടേബിളിൽ വരുമ്പോൾ നമുക്ക് Y, അതായത് Y എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 കിട്ടണമെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കണം? വളരെ സിമ്പിൾ ആണ്. 800/400 ആയാലാണ് 2 ആവുക. Y എന്ന് പറയുന്നത് 400 Kelvin ആയിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത് നമുക്ക് 2 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, നമുക്ക് 4 മാർക്ക് അവിടെ ഈസി ആയിട്ട് കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം, an inflated balloon is kept in sunlight, it will burst, give the reason. അപ്പോൾ നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്ത ബലൂൺ, ഒരു വായു നിറച്ച ബലൂൺ ഒരു സൺലൈറ്റിൽ വെച്ച് അത് പൊട്ടും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് പൊട്ടുന്നത്? അപ്പോൾ അക്കോർഡിംഗ് ടു ദ ചാൾസ് ലോ, അപ്പോൾ ചാൾസ് ലോ പ്രകാരം നമുക്കറിയാം, ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ V is proportion to temperature. അതാണ് ചാൾസ് ലോ. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ചാൾസ് ലോ, when the temperature increases, ടെമ്പറേച്ചർ കൂടുന്തോറും വോളിയം കൂടും. It increases the volume of the gas also increases. അപ്പോൾ ബലൂണിൻ്റെ അകത്തുള്ള ഗ്യാസിന്റെ വോളിയം കൂടുമ്പോൾ ബലൂൺ എൻലാർജ് ചെയ്യും, ഫൈനലി അത് വേസ്റ്റ് ആവും. അപ്പോൾ ഇതും 2 മാർക്ക് ചോദ്യം തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ കെമിസ്ട്രി എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് പരീക്ഷയിൽ കിട്ടാനായിട്ട് ഈ വീഡിയോകളൊക്കെ ഒരു നിമിത്തമാവട്ടെ. ഓക്കെ, നിങ്ങളുടെ കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. നമുക്ക് മറ്റു വീഡിയോ വീണ്ടും കാണാം. അതുപോലെ ദിസ് റൺസ് തോമസ് സൈനിങ് ഔട്ട്.